നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലും കനത്ത പോളിംഗ്. ആദ്യ 2 മണിക്കൂറിൽ തന്നെ, അതായത് 9 മണിക്കുള്ള അപ്ഡേറ്റ് പ്രകാരം 18.39% പോളിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടത്തേതിന് സമാനമായ ഒരു തരംഗം തന്നെ പോളിംഗിൻ്റെ കാര്യത്തിൽ രണ്ടാം ഘട്ടത്തിലും ഉണ്ടാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. 1 മണിക്കൂറിൽ 9% പോളിംഗ് എത്തിയാൽ തീർച്ചയായും അത് നല്ലൊരു പോളിംഗ് ആണ്, അസാധാരണമായ ഒരു പോളിംഗ് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം 9% കടന്നാൽ 100%-ഓടടുത്ത് എന്ന രീതിയിലേക്ക് ആ നിലയിൽ പോളിംഗ് തുടർന്നാൽ എത്തും. എന്നാൽ ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് തീർച്ചയായും എല്ലാ സംസ്ഥാനങ്ങളിലും കനത്തതായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ പോളിംഗ് ശതമാനം നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ചും ബംഗാളിൽ ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. ഈ തെക്കൻ ബംഗാളിൽ അല്ലെങ്കിൽ ഈ കൊൽക്കത്ത അടക്കമുള്ള പ്രദേശങ്ങളിൽ, ഹൗറ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം മഴ പെയ്യുന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷേ മഴ വകവയ്ക്കാതെ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ തന്നെ എത്തിയിരുന്നു. ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചിലയിടങ്ങളിൽ ഈ വോട്ടിംഗ് മെഷീനിൻ്റെ തകരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട്. എന്തായാലും പൊതുവെ സമാധാനപരമാണ്, വ്യാപകമായ അക്രമ സംഭവങ്ങളില്ല. പക്ഷേ പോളിംഗ് ശതമാനം അത് ഉയരുക തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. ആദ്യഘട്ടത്തിൽ ഇതുപോലെ തന്നെ 18.4% പോളിംഗ് ആദ്യത്തെ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ പോളിംഗ് ശതമാനം ഒട്ടും തന്നെ കുറയാതെ അങ്ങോട്ട് പോയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കനത്ത പോളിംഗ് വന്നു. അതോടുകൂടി പോളിംഗ് ശതമാനം 93 കടന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 23-നായിരുന്നു ആദ്യഘട്ട പോളിംഗ് നടന്നത്. 152 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട പോളിംഗ് നടന്നതെങ്കിൽ സംസ്ഥാനത്ത് ശേഷിക്കുന്ന 142 മണ്ഡലങ്ങളിലേക്കാണ് ഇത്തവണ പോളിംഗ് നടക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂരിൽ അടക്കം പോളിംഗ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കൊൽക്കത്തയും തെക്കൻ ബംഗാളും അടക്കമുള്ള ഭാഗങ്ങൾ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആവേശമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത് അവരുടെ സ്ട്രോങ് ഹോൾഡാണ്, അതായത് അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ മികച്ച പോളിംഗ് ഉറപ്പുവരുത്തുക എന്നുള്ളത് 2 പാർട്ടികളുടെയും ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കനത്ത ഏതാണ്ട് വളരെ ആവേശം നിറഞ്ഞ പ്രചരണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രണ്ടാം ഘട്ട പോളിംഗ്, അതായത് 1-ാം ഘട്ട പോളിംഗിന് ശേഷം സംസ്ഥാനത്ത് നടന്നത്. വനിതാ സംവരണ ബില്ലടക്കം പാർലമെൻറ്റിൽ പരാജയപ്പെട്ടു പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തിരിപ്പൻ നിലപാടാണ് എന്ന് BJP വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ. മമതാ ബാനർജി ഒരു വനിതയായിട്ടുകൂടി സംസ്ഥാനത്തെ വനിതകളെ അവർ വഞ്ചിച്ചിരിക്കുന്നു എന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണമാണ് BJP നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതോടൊപ്പം തന്നെ സീനിയർ നേതാക്കന്മാരുടെ, ദേശീയ നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ BJPയുടെ താരപ്രചാരകരായി ബംഗാളിൽ എത്തിയിരുന്നു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കനത്ത പ്രചരണം തന്നെ നടത്തി. BJPയെ വെല്ലുന്ന തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന സൂചന നൽകുന്ന തരത്തിലായിരുന്നു പ്രചരണം. മമതാ ബാനർജി തന്നെയായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ തുറുപ്പുചീട്ട്. അവരാണ് ഈ ക്യാമ്പയിൻ മുഴുവൻ ലീഡ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ചെറിയ കടയിലിറങ്ങി ജൽമൂരി കഴിച്ചതടക്കമുള്ളത് പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ വലിയ വാർത്തയായിരുന്നു. അതിന് പകരമായി മമതാ ബാനർജിയും ഏതാനും ചില കടകൾ കയറിയിറങ്ങി, പഴക്കടകളിലും മറ്റും കയറിയിറങ്ങി പഴങ്ങൾ വാങ്ങുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അത്രമാത്രം ഇഞ്ചോടിഞ്ച് പോരാട്ടം ബംഗാളിൽ നടന്നു വരികയായിരുന്നു. ആ പോരാട്ടത്തിനിടയിലാണ്, അല്ലെങ്കിൽ ആ പ്രചരണത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ജനപങ്കാളിത്തം, വലിയ രീതിയിലുള്ള പ്രചരണം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രയത്നം, അതോടൊപ്പം തന്നെ SIR കേന്ദ്ര സേനകളുടെ സാന്നിധ്യം, ഇതെല്ലാമാണ് തിരഞ്ഞെടുപ്പ് ശതമാനം, പോളിംഗ് ശതമാനം ഉയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വിദഗ്ധർ എടുത്തു കാണിക്കുന്നത്.
ഇത് രണ്ടാം ഘട്ടത്തിലും ആവർത്തിക്കുന്നു എന്ന സൂചനയാണ് ആദ്യ മണിക്കൂറുകളിൽ നൽകുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ഏതാനും ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും അത് കേന്ദ്രസേന അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളെ ഞങ്ങൾ വീട്ടിലിരുത്തി എന്നാണ് BJP പ്രതികരിക്കുന്നത്. BJP ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമ പോസ്റ്റിലും ഇങ്ങനെയാണ് പറയുന്നത്: തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളെ ഞങ്ങൾ വീട്ടിലിരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിർഭയം വോട്ട് ചെയ്യാൻ എത്തണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പതിവ് പോലെ യുവാക്കളോടും സ്ത്രീകളോടും പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഉത്സാഹത്തോടുകൂടി ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം എന്ന ആഹ്വാനവും അദ്ദേഹം രാവിലെ നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഇന്ന് രാവിലെ ഉണ്ടായത് മമതാ ബാനർജിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും ഇരുവരും ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയതും അതിനെ തുടർന്നുണ്ടായ സംഘർഷവുമാണ്. അതായത് സുവേന്ദു അധികാരി, നമുക്കറിയാം, മമതാ ബാനർജിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭവാനിപ്പൂരിൽ മത്സരിക്കുകയാണ്. സുവേന്ദു അധികാരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 1900-ലധികം വോട്ടുകൾക്കാണ് മമതാ ബാനർജി നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടു പോയത്. മികച്ച വിജയം കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസ് നേടിയെങ്കിലും മുഖ്യമന്ത്രി മമതാ ബാനർജി പരാജയപ്പെട്ടത് വലിയ ക്ഷീണം തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടാക്കിയിരുന്നു. സത്യത്തിൽ സുവേന്ദു അധികാരിയുടെ മണ്ഡലം, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മത്സരിക്കുന്ന മണ്ഡലമായിരുന്നു നന്ദിഗ്രാം. എന്നാൽ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നതിൻ്റെ ഒരു അരിശം തീർക്കാനായി മമതാ ബാനർജി നേരിട്ട് നന്ദിഗ്രാമിൽ പോയി മത്സരിച്ച് വെല്ലുവിളി സൃഷ്ടിക്കുകയായിരുന്നു. പക്ഷേ നാണം കെട്ട തോൽവിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ ഈ മമതാ ബാനർജിയെ കാത്തിരുന്നത്. അതിനുശേഷം ഭവാനിപ്പൂരിൽ തിരികെ എത്തി ബൈ ഇലക്ഷനിലൂടെയാണ് മമതാ ബാനർജി മുഖ്യമന്ത്രി പദം നിലനിർത്തിയത്. ഇപ്പോൾ ഇത്തവണ ഭവാനിപ്പൂരിൽ മമതാ ബാനർജിയെ വെല്ലുവിളിക്കാൻ സുവേന്ദു അധികാരി എത്തിയിരിക്കുകയാണ്. സുവേന്ദു അധികാരി തീർച്ചയായും നന്ദിഗ്രാമിൽ നിന്നും ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അതിന് പുറമെ ഭവാനിപ്പൂരിൽ കൂടി മത്സരിക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കുകയായിരുന്നു. അത് മമതാ ബാനർജിയോടുള്ള രാഷ്ട്രീയമായ എതിർപ്പ് അത് കൂടുതൽ വ്യക്തമാക്കുക എന്ന ഒരു സന്ദേശം നൽകുക എന്നതിൻ്റെ പേരിലാണ് ഭവാനിപ്പൂരിൽ കൂടി അദ്ദേഹം മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭവാനിപ്പൂരിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിട്ടാണ് ആ മണ്ഡലം പരിഗണിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ്. പ്രതിപക്ഷ നേതാവും വലിയൊരു രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ട് അവിടെ നിന്ന് തന്നെ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇരുവരും ഏതാണ്ട് ഒരേ സമയത്ത് വോട്ട് ചെയ്യാനായി ഒരു പോളിംഗ് ബൂത്തിൽ എത്തിയത്. മമതാ ബാനർജി ഒട്ടേറെ പ്രവർത്തകരുമായിട്ടാണ് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയത്. നിരവധി പ്രവർത്തകർ മമതാ ബാനർജിയോടൊപ്പം വോട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ചട്ടവിരുദ്ധമാണ്, എന്തിനാണ് മമതാ ബാനർജി ഇങ്ങനെ ചട്ടം ലംഘിക്കുന്നത് എന്ന് സുവേന്ദു അധികാരി ചോദ്യം ചെയ്തു. ഇങ്ങനെ അദ്ദേഹം ചോദ്യം ചെയ്തത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് കാരണമായി, പ്രവർത്തകർ തമ്മിലുള്ള വാക്കേറ്റത്തിന് കാരണമായി. എന്തായാലും കേന്ദ്ര സേനയുടെ ഇടപെടൽ അടക്കം നടന്നതുകൊണ്ട് അവിടെ കാര്യങ്ങൾ സമാധാനപരമായി അവസാനിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സൂചനയനുസരിച്ച് ആദ്യ 2 മണിക്കൂറുകളിൽ നടന്ന പോളിംഗ് നിലയനുസരിച്ച് ബംഗാളിൽ ഈ ഒന്നാം ഘട്ടത്തിൽ നടന്ന കനത്ത പോളിംഗ് വീണ്ടും ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അങ്ങനെയാണ് എങ്കിൽ രാജ്യത്ത് തന്നെ റെക്കോർഡ് പോളിംഗ് നടക്കുന്ന ഒരു സംസ്ഥാനമായി ഈ ബംഗാൾ തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും എന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ BJP വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇത്തവണ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിക്കാം എന്നവർ ഈ വർദ്ധിച്ച പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുകയാണ്. അതേസമയം പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ആണോ മമതാ ബാനർജി പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യവും അവർ ഉന്നയിക്കുകയാണ്. കാരണം അവർ ഇന്ന് BJPക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരെല്ലാം സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരാണ്. മാത്രമല്ല സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ദിവസം കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ആണ്. അതുകൊണ്ട് തന്നെ ഇത് BJP മനഃപൂർവ്വം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് എന്ന ആരോപണം ഇന്ന് രാവിലെ മമതാ ബാനർജി ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി BJP പറഞ്ഞിരിക്കുന്നത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകൂർ ജാമ്യം എടുക്കലാണ് മമതാ ബാനർജി ചെയ്യുന്നത് എന്നാണ്. എന്തായാലും ആവേശകരമായ അന്ത്യത്തിലേക്ക് ബംഗാൾ തിരഞ്ഞെടുപ്പ് പോവുകയാണ്. ബംഗാളിലെ ഈ ഘട്ടം തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. രാജ്യം കാത്തിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തു വരുന്നത്. അതിനുശേഷം മെയ് 4-ന് അന്തിമ ഫലം പുറത്തുവരും. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ അറിയാൻ ഈ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയുമാണ്.